ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി ഫസ്റ്റ് ഇയർ ഫാഷൻ ഇല്ലൂസ്ട്രേഷൻ്റെ റെക്കോർഡ് പരിചയപ്പെടുത്താനാണ്. ആദ്യത്തെ പേജിൽ നമ്മൾ ഇൻഡെക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഒരു 2 പേജ് ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ഇല്ലൂസ്ട്രേഷൻ റെക്കോർഡിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഇനിയാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട പേജസ് വരുന്നത്. ആദ്യം തന്നെ നമ്മുടെ റെക്കോർഡിൽ ഫ്രഷ് ഫിഗറാണ് വരച്ചിട്ടുള്ളത്, 8 ഹെഡ്, പിന്നെ അതൊരു 10 ഹെഡ്, അങ്ങനത്തെ നമ്മുടെ ഫിഗേഴ്സൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താനുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബേസിക് ഡ്രോയിങ് സ്കില്ലാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ നമ്മൾക്ക് വരയ്ക്കാനുണ്ടായിരുന്നത് ഹൊറിസോണ്ടൽ, വേർട്ടിക്കൽ, അങ്ങനത്തെ പല പല ലൈൻസ് ഉണ്ടല്ലോ. അത് വച്ചിട്ടാണ് നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ടത്. അത് നമ്മുടെ 10 ഹെഡ് ഫിഗറിലാണ് ചെയ്യേണ്ടത്. അടുത്ത സെക്ഷൻ വരുന്നത് പെൻസിൽ സ്കെച്ചും ഷെയ്ഡിങ് ആണ് വരുന്നത്. അതിൽ നമ്മുടെ മാക്സിമം നമ്മുടെ ഡ്രോയിങ് സ്കില്ലൊക്കെ പുറത്തെടുക്കാനുള്ള ഒരവസരമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും റെക്കോർഡ് തീർക്കാനുള്ള തന്ത്രപ്പാടിൽ എന്തൊക്കെയോ വരച്ച് വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ അത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. അത്യാവശ്യം മോശമില്ലാതെ നമ്മളെ ഡ്രേപ്പിംഗ് സ്കെച്ചിങ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഫീച്ചേഴ്സൊക്കെ പരിചയപ്പെടുത്താനാണുള്ളത്. നമ്മുടെ കാല്, കൈ, വിരലുകൾ, നമ്മുടെ പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിലൂടെ റെക്കോർഡിൽ കാണിക്കുന്നുണ്ട്. FTGT കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് കേട്ടറ്റ് എക്സാം എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടിയാണ് ഈ FTGT. അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത് ഒരു പെൻസിൽ ഷെയ്ഡിങ് ആണ്. അതായത് നമ്മൾ നേരത്തെ വരച്ചിരുന്ന കണ്ണും കൈയും കാലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലൊരു ഫിഗർ വരയ്ക്കാനാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെയർ സ്റ്റൈൽസ്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്സസറീസ്, ബാഗ്സ്, അതൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. അടുത്ത സെക്ഷനിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഗാർമെൻറ്റ്സ് ആണ് പറയുന്നത്. അതിൽ തന്നെ ടൈപ്സ് ഓഫ് നെക്ക്, സ്ലീവ്സ്, അങ്ങനെ എത്ര ടൈപ്സ് നെക്സ് ഉണ്ട്, എത്ര ടൈപ്പ് സ്ലീവ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഡിസൈൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും വെറൈറ്റി നെക്കും സ്ലീവ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിനി അടുത്തതായിട്ട് പുതിയൊരു ഓൺ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ടൈപ്സ് ഓഫ് സ്കേർട്ടാണ് വരുന്നത്. പിന്നെ പോക്കറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോക്കറ്റ്സ്, പിന്നെ ബ്ലൗസസ്, പാൻറ്, സ്കേർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗാർമെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫാഷൻ ഇല്ലൂസ്ട്രേഷനിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരയ്ക്കാനുള്ളതായിരുന്നു നമ്മുടെ മെൻ ഫിഗർ. നമ്മൾ ഇത്രയും ദിവസം ഫീമെയിൽ ഫിഗറാണല്ലോ വരച്ചത്. ഇനി മെൻ ഫിഗറും കൂടി വരയ്ക്കാനുണ്ടായിരുന്നു. ഇനി അടുത്തത് കളറാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇത് കളർ വീലാണ്. ഈ കളർ വീൽ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡ്രോയിങ്സിൽ ഇനി കളറ് കൊണ്ടുവരേണ്ടത്. നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത് ഡ്രോയിങ്ങും പെൻസിൽ ഷെയ്ഡിങ്ങും ഒക്കെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കളർ വീൽസ് യൂസ് ചെയ്തിട്ടാണ് ഫ്രഷ് ഫിഗറിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് അതിന് ആപ്റ്റായിട്ടുള്ള കളറ് ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ മിക്സിങ് ഓഫ് കളറ് പഠിക്കാനുണ്ട്. 2 കളറ് മിക്സ് ചെയ്യുമ്പോൾ അടുത്ത പുതിയ കളറ് വരുന്നത്, അതൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. കളർ വീൽ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ അടുത്ത സെക്ഷൻ പറയുന്നത് നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് അതിന് ആപ്റ്റായിട്ടുള്ള കളറ് ചൂസ് ചെയ്യേണ്ടതാണ്. ആദ്യം കാഷ്വൽ വെയർ ആണ്, ഞാൻ സാരിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോർമൽ വെയർ, അങ്ങനെ ഓരോ വെയേഴ്സിനും ആപ്റ്റായിട്ടുള്ള കളറ് ചൂസ് ചെയ്ത് നമ്മളത് അത്രത്തോളം ഭംഗിയിൽ വരയ്ക്കുന്നു എന്നുള്ളതിലാണ് കേട്ടോ. ഇത് ഡെനിം മെറ്റീരിയലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. റെക്കോർഡിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ പോസ്റ്ററും ഒരേ ജസ്റ്റേഴ്സും ചൂസ് ചെയ്യാതിരിക്കാം. ഡിഫറെൻറ്റ് പോസുകളുണ്ടല്ലോ, അതൊക്കെ വരച്ച് ആദ്യം തന്നെ പഠിക്കുക. എന്നിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, അതിന് ആപ്റ്റായിട്ടുള്ള കളറ് ചൂസ് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വരയ്ക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് മൊത്തം ഫ്ലോറൽ ആക്കാതെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അത് ഫോക്കസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഫിഗേഴ്സൊന്നും അത്രയും നന്നായിട്ട് ആ സമയത്ത് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണുന്ന സമയത്ത് അയ്യോ എവിടെയൊക്കെയോ അപാകതകൾ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫിഗേഴ്സൊക്കെ നന്നായിട്ട് വരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഈ ഒരു റെക്കോർഡ് 2-3 വർഷം മുന്നേ ഉള്ളതാണ്. ഇപ്പോൾ സിലബസ് മാറുന്നതിൻ്റെ അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെമോ ആയിട്ടാണ് ഈ ഒരു റെക്കോർഡ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. റെക്കോർഡിന് ചെറിയ മാർക്കേ ഉള്ളൂ, എന്നാലും റെക്കോർഡില്ലാതെ എക്സാം എഴുതാൻ പറ്റില്ല. സോ എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നന്നായിട്ട് വരയ്ക്കണം. ഇതൊരു പാർട്ടി വെയർ ആണ് ചെയ്യാനുണ്ടായിരുന്നത്. ഇപ്പം കാണുമ്പോൾ കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്, പക്ഷെ കൊള്ളായിരുന്നു. ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തോളാം. അപ്പോൾ ഇത് തന്നെയുള്ളൂ കേട്ടോ, ഇത്ര തന്നെയുള്ളൂ നമ്മുടെ റെക്കോർഡ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.